ഇപ്പൊ ഏറ്റവും കൂടുതൽ കർമ്മ അല്ലെങ്കിൽ കർമ്മഫലത്തെക്കുറിച്ച് ബോധേഡാവുന്ന ഒരു കാലഘട്ടമാണ്. സോ ഹിന്ദു മിത്തോളജിയിൽ കർമ്മഫലം എന്ന് പറയുന്നത് 3 തരത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സഞ്ചിത കർമ്മം, പ്രാരാബ്ധ കർമ്മം, ക്രിയമാണ കർമ്മം. അപ്പോ സഞ്ചിത കർമ്മം എന്ന് പറയുന്നത് അക്യുമുലേറ്റഡ് ആണ്. അതായത് മുൻ ജന്മത്തിൽ ചെയ്തിട്ടുള്ള പുണ്യ പാപങ്ങൾ അക്യുമുലേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. ആൻഡ് പ്രാരാബ്ധ കർമ്മം എന്ന് പറയുന്നത് നേരത്തെ അക്യുമുലേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന പുണ്യപാപങ്ങളിൽ നിന്നും ഒരു പോർഷൻ എടുത്ത് ഈ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് തരികയാണ്. അതാണ് നമ്മളിപ്പോ കറന്റ്ലി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്. ഓക്കെ. ആൻഡ് ക്രിയമാന കർമ്മം എന്ന് പറയുന്നത് ഇപ്പോ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ഏതൊരു തീരുമാനമാണോ എടുക്കുന്നത്, ഗുഡ് ഓർ ബാഡ്, അതിനെയാണ് ആ ഒരു കർമ്മത്തെ അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ ബേസ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ക്രിയമാന കർമ്മം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഒരു വേടൻ അമ്പെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു പോസ്ചറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഓൾറെഡി ഇദ്ദേഹത്തിന്റെ മുതുകത്ത് കുറെ അമ്പുകളുണ്ട്. അതാണ് അക്യുമുലേറ്റ് ചെയ്യപ്പെട്ട പുണ്യപാപങ്ങൾ അല്ലെങ്കിൽ സഞ്ചിത കർമ്മം എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഇയാൾ ഈ അമ്പെടുത്ത് എയ്യാനായിട്ട് നിൽക്കുമല്ലേ. അല്ലെങ്കിൽ കറന്റ്ലി ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ് പ്രാരാബ്ധ കർമ്മം എന്ന് പറയുന്നത്. അതായത് കറന്റ്ലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് അമ്പ് എയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു ഫ്രീ വിൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ തീരുമാനമാണ് എയ്യണോ വേണ്ടയോ എന്നുള്ളത്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്രിയമാന കർമ്മം വരുന്നത്. സോ ഈ ഒരു അമ്പ് എയ്ത് അത് ലക്ഷ്യത്തെ ഭേദിച്ച് ഒരു ജീവിയെ കൊന്നാൽ ആ ഒരു പാപം നേരെ നമ്മുടെ മുതുകത്ത് തന്നെ വന്നിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഓർമ്മ ഉണ്ടാവുക.